ടി.ജി. മോഹൻദാസ് നടത്തിയ പ്രസ്താവന നാം എല്ലാം കേട്ടതാണ്. അതിലുണ്ടായ പ്രതികരണം കണ്ടപ്പോൾ കേരളം ഇളകി മറിയുന്ന രീതിയായിരുന്നു. ഡിവൈഎഫ്ഐക്കാരാണെങ്കിൽ മോഹൻദാസിനെ ആ സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. KSUക്കാരാണെങ്കിൽ തലയ്ക്ക് പാകമല്ലാത്ത രീതിയിലുള്ള ചില തൊപ്പികളൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരാഹാരം നടത്തി. പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങളുണ്ടായി. എല്ലാവരും ആവശ്യപ്പെട്ടത് മോഹൻദാസിനെതിരെ നടപടി സ്വീകരിക്കുക, ശക്തമായ നടപടി സ്വീകരിക്കുക. അതായത് അത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു അഭിപ്രായം നടത്തിയ മോഹൻദാസിനെ അർഹമായ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ശിക്ഷ നൽകുക എന്നുള്ള ആ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചത് മോഹൻദാസിൽ നിന്നുണ്ടായ അതേ പ്രതികരണം. അതായത് മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്ന് പ്രകടമായത് ഹിംസയാണെങ്കിൽ മോഹൻദാസിനെ ഹിംസിക്കുക, അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലുള്ളത്. ഈ ബഹളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതോടുകൂടി ഈ കുലുക്കി സർബത്ത് കഴിച്ച് ആശ്വാസം കിട്ടുന്നത് പോലെ മലയാളിയുടെ ആവേശം തണുക്കുകയും ചെയ്തു. എന്നാൽ മോഹൻദാസിൻ്റെ ആ പ്രസ്താവനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മലയാളിയും നേരിടുന്ന അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലൊരു അന്വേഷണമാണ് ഇവിടെ ആരംഭിക്കുന്നത്. വിശദമായ വീഡിയോ ലിങ്കിൽ ലഭ്യമാണ്.